മൈക്ക് അങ്ങനെയല്ലേ ഇവിടെ? ഓക്കെ, ഒരു തവണ, ഒരൊറ്റ തവണ, ഒരെണ്ണം. ഓക്കെ, ഒരു തവണ. നിങ്ങളെല്ലാരും ഒരുമിച്ച് ഒരൊറ്റ പ്രാവശ്യം. ഓക്കെ, റെഡി? 1 2 3. ഓക്കെ, ദിസ് ഈസ് ബെറ്റർ. ഞാൻ വിളിച്ചിട്ട് എല്ലാവരും എന്നെ കളിയാക്കി. ഓക്കെ, എനിവേസ് നിങ്ങളെ എല്ലാവരെയും ആദ്യം തന്നെ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ഒരുക്കിയിരിക്കുന്ന സിനിമ സൗഹൃദ ഓണം പവർഡ് ബൈ ട്രാൻസ് ഇന്ത്യയിലേക്ക് ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ മലയാള സിനിമയുടെ നെടുംതൂണായിട്ട് നിലനിൽക്കുന്ന അസോസിയേഷൻസിന്റെ ഒരു കൂട്ടായ്മയാണിത്. 2025 ഇലക്ഷൻസിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭാരവാഹികളെ എല്ലാവരെയും പരിചയപ്പെടാനും കാണാനും ആയിട്ടുള്ള ഒരു അവസരമാണിത്. അപ്പോൾ ആദ്യം തന്നെ ഐ എം ഗോയിങ് ടു ഇൻവൈറ്റ് സമ്മൺ സ്പെഷ്യൽ, സമ്മൺ ഹു ഈസ് പവർഫുൾ. അപ്പം നിങ്ങൾ എല്ലാവരെയും ഒഫീഷ്യലി സ്വാഗതം ചെയ്യാനായിട്ട് വിത്ത് ഓൾ യുവർ പെർമിഷൻ, with all the love in this room, let me invite Mr. Anil Thomas onto the stage. He's the president of Kerala Film Chambers of Commerce. നല്ലൊരു അടിപൊളി കയ്യടിയോടുകൂടെ അനിൽ സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സംഘടനാ ഭരണസമിതി അംഗങ്ങൾ എല്ലാം ഇന്ന് ഇവിടെ സന്നിധരായിട്ടുണ്ട്. ചിലർക്ക് അവിചാരിതമായ ചില തിരക്കുകൾ കാരണം എത്തിപ്പെടാൻ സാധിക്കാത്ത വന്നിട്ടുണ്ട്. അവർ വിളിച്ചറിയിച്ചിട്ടുണ്ട്. കലാ ഫിലിം ചേംബറിൻ്റെ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭാരവാഹികളെല്ലാം കൂടി ആലോചിച്ച് നമുക്ക് ഒരു കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയും, എസ്പെഷ്യലി ഓണമായിട്ട് കോയിൻസൈഡ് ചെയ്താണ് ഈ പ്രാവശ്യത്തെ എലക്ഷൻസ് എല്ലാം സംഭവിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ചില ബിറ്റർ ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് ഓൾ ഗുഡ് ഫോർ സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ ചില കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യുക. ഇതിൽ പല ആൾക്കാർക്കും പരസ്പരം അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് സോ മെനി സീനിയേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി സംഘടനാപരമായിട്ട്. അതിനുശേഷമാണ് ഔദ്യോഗികമായിട്ട് ചേംബറിൻ്റെ പ്രസിഡന്റ് എന്നുള്ള ലെവലിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ സീനിയേഴ്സിൻ്റെ പല രീതിയിലുള്ള മുമ്പോട്ടുള്ള പ്രയാണവും അവരുടെ ഫ്ലോസും എല്ലാം കണ്ടു തന്നെയാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് മിനിമലായിട്ടുള്ള ഫ്ലോസ് ഉണ്ടായി മുമ്പോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. നമ്മളുടെ പ്രധാന ഒരു ഇഷ്യൂ ഇപ്പം എല്ലാവരും അമ്മയിലും മാക്ടയിലും ചേംബറിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലും എല്ലായിടത്തും ഇലക്ഷൻസ് നടന്നു. ഫോർച്ചുനേറ്റ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ സംഘടനകൾക്ക് നമുക്ക് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കുകയോ അല്ലെങ്കിൽ ബ്രിഡ്ജസ് പണിയോ റോഡ്സ് പണിയോ അത്തരത്തിലുള്ള വലിയ വലിയ ചാലഞ്ചസ് ഒന്നും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ സിനിമാ മേഖലയിലുള്ള സിനിമ ഒരു ഗ്ലാമർ ഗ്ലിറ്റ്സുമുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും ഒരുപാട് പേര് ബാധിക്കപ്പെട്ടവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ വെൽഫെയർ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് സംഘടനയുടെ ചുമതലകളിലുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് സിനിമ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മളുടെ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ 100 crores 200 crores ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റവന്യൂ അഷ്യൂർഡ് അല്ല എന്നുള്ളൊരു ഇന്നത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കുപ്പിവെള്ളം മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ ദാഹിക്കുമ്പം എടുത്ത് കുടിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റവന്യൂ സ്ട്രീം. അത് ഒരുപക്ഷെ നമുക്ക് ഡയറക്ടേഴ്സ് ആയാലും ക്രിയേറ്റീവ് റൈറ്റേഴ്സോ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ ഈച്ച് ഡേ യു ഹാവ് ടു ഗോ ഡിഗ് എ വെൽ, ഫൈൻഡ് ദ വാട്ടർ ആൻഡ് ഡ്രിങ്ക് ഇറ്റ് എന്നുള്ള വലിയൊരു ചാലഞ്ചിലൂടെയാണ് നമ്മളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒട്ടനവധി പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ്. അമ്മയിൽ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ശ്വേത ഉൾപ്പെടെ ഐ വാസ് ഫോർച്ചുനേറ്റ് ടു വർക്ക് വിത്ത് ഇൻ എ ടെലിവിഷൻ ഷോ ആൻഡ് മെനി അതർ പീപ്പിൾ ഇൻ ദി ഇൻഡസ്ട്രി. അമ്മയിലെ ഭരണസമിതിയിലുള്ളവർ, ഓഫ് കോഴ്സ് ഫെഫ്കയിലും ഞാൻ ചേംബറിൻ്റെ കീഴിലല്ലാത്ത ബാക്കിയുള്ള സംഘടനകളുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവരെല്ലാം ഫെമിലിയറാണ്. അമ്മയിൽ തന്നെ ഇപ്പോൾ ട്രഷറായിട്ട് എലക്ട് ചെയ്യപ്പെട്ടിട്ട് ഉണ്ണി, എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള ഒരു അസോസിയേഷൻ ഒരു 35 years കൂടുതലായി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയും പ്രായമായിട്ടില്ല കേട്ടോ.
35 ഇയേഴ്സോളുമായി. ഉണ്ണി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഫിലിം ചേംബറിൻ്റെയൊക്കെ മെമ്പറാണ്. പക്ഷേ ഈ നമ്മളെ ഭിത്തിമേൽ ഒരു തേങ്ങ വെക്കുമ്പോൾ കാറ്റടിച്ച് അപ്പുറത്ത് വീഴുന്ന പോലെ അൺഫോർച്ചുനേറ്റ്ലി അപ്പുറത്തെ സൈഡിലേക്ക് പോയെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഈ കൂട്ടായ്മയിലുള്ളത്. അപ്പം എനിക്കിപ്പം ആമുഖമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഒരു അനൗദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ചയും കാര്യങ്ങളും എല്ലാമാണ്. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മീഡിയ സുഹൃത്തുക്കളോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, മീഡിയ ഓഫ് കോഴ്സ് യു റിപ്പോർട്ട്, അതിൽ കൂടുതൽ ചിലപ്പോൾ ജനത്തിന് താല്പര്യം നെഗറ്റിവിറ്റി ആയിരിക്കും. പക്ഷേ മീഡിയ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം മീഡിയയുടെ ഒരു റോള് വളരെ വലുതാണ്. ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടാണ് ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും കാര്യങ്ങളും എല്ലാം. ഓഫ് കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ഒരു ഇഷ്യൂ ഉണ്ടാവും. സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഈസ് നോട്ട് അബവ് ഓർ ബിലോ ഇറ്റ്, ഇറ്റ് ഇസ് ത്രൂ ഇറ്റ്. അപ്പം ഡിസ്കഷൻസും ഡെലിബറേഷൻസും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും, ഇന്റേണലി തല്ലുകൂടും. ഞാൻ ടു കൺക്ലൂഡ് കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു കഥ അല്ലെങ്കിൽ ഒരു മേ ബി ആൻ എക്സാമ്പിൾ, നമുക്കെല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെ പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലായ്മയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുമ്പം പരമശിവന്റെ ഫാമിലിയുടെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഫാമിലിയിൽ ശ്രീ പാർവതിയും ശ്രീ ഗണേഷും കാർത്തികനും അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ ആ ഫോട്ടോയിൽ കാണുമ്പം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം ആനിമൽസും ഉണ്ട്. ദ ബുൾ ഇസ് ദർ, ലയൺ ഉണ്ട്, ഓഫ് കോഴ്സ് ദ മൗസ് ഇസ് ദർ, ദർസ് എ പീകോക്ക്. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സിങ്കാവില്ല. കാരണം ഒരു ലയണിന് എപ്പോഴും ഒരു ബുള്ളിനെ തിന്നാനുള്ള ത്വരയുണ്ടാവും. അല്ലെങ്കിൽ ഒരു സർപ്പത്തിന്, പരമശിവന്റെ കഴുത്തി കിടക്കുന്ന സർപ്പത്തിന് എപ്പോഴും ആ എലിയെ പിടിച്ചു തിന്നാനുണ്ട്. പക്ഷെ അത് സംഭവിക്കുന്നില്ല, ബിക്കോസ് ദർ ഇസ് സംതിങ് ഡിവൈൻ. അത്തരത്തിലുള്ള ഡിവിനിറ്റി ഇല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും തമ്മിൽ ഒരു നല്ല സൗഹൃദത്തിലുള്ള കൂട്ടായ്മയിൽ ഈ അടുത്ത വർഷങ്ങൾ കേരള ഫിലിം ചേംബറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 2 വർഷത്തേക്കാണ്. ദാറ്റ് ഈസ് അറൗണ്ട് 330 days. അല്ല, 330 അല്ലോ, 365 മൾട്ടിപ്ലൈഡ് ബൈ 2. അതിൽ 10 days ഓൾറെഡി ആയി. കാരണം 2027 കഴിഞ്ഞതിന് ശേഷം ഇപ്പം 10 days ഓൾറെഡി ആയി. അപ്പം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ഉള്ള ഡേയ്സിൽ നമ്മൾ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡിലേക്ക് വരിക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ, കോസ്റ്റ് കട്ടിംഗ് ഫാക്ടേഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ മുമ്പോട്ട് പോകാനായിട്ടാണ് കേരള ഫിലിം ചേംബർ ഇന്ന് ഇത്തരത്തിലുള്ള ഉദ്യമത്തിലേക്ക് കടന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും ട്രാൻസിൻ്റെയും പേരിൽ ഓണാശംസകൾ. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ഞാനത് ഉപയോഗിച്ച് കളയുന്നില്ല. ഒരു 2 മിനിറ്റ്, കാരണം ഇത്രയും വലിയൊരു സംഘടനയുടെ എല്ലാ ആൾക്കാരും ഒത്തുചേരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു 2 മിനിറ്റ് ഞങ്ങൾക്കും അതിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അനിൽ സാർ ഇപ്പോൾ പറയുകയുണ്ടായി, പലതരം റിസ്കുകൾ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. ഒന്ന് കാശ് കിട്ടുന്നതും അത് റിലേറ്റഡ് ആയിട്ടും, അതല്ലാതെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്തോ അതല്ലാതെ സംഭവിക്കുന്ന പല റിസ്കുകളും നമുക്ക് ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാവാം. പല ആൾക്കാർക്കും അത് ഫെമിലിയർ ആയിരിക്കും, പ്രൊഡ്യൂസേഴ്സ് അറിയാം. അതിനൊരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ ട്രാൻസ്-ഇന്ത്യയുടെ ഭാഗമാണ്. ട്രാൻസ്-ഇന്ത്യ ഇൻഷുറൻസ് റെഗുലേറ്ററി ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഉണ്ട്. കഴിഞ്ഞ 2 വർഷ കാലയളവോടെ പല പടങ്ങളിലും ഇൻഷുറൻസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് എന്തിന് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഒരു ബ്രോക്കിംഗ് കമ്പനി എന്തിനാണ് എന്നുള്ളതിൻ്റെ ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ഡിസ്കഷൻ ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, പല ആൾക്കാരും ഇൻഷുറൻസ് എടുക്കുമ്പം അണ്ടർ റേറ്റഡ് ആണ്.
നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, അതായത് ഒരു പടത്തിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്, പല പടങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, ബഡ്ജറ്റുകളും വ്യത്യസ്തമായിട്ടുള്ളതാണ്, ടെറൈൻസ് യൂസ് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിൽ എന്ത് റിസ്ക് വേണം, ഏതൊക്കെ റിസ്കിൽ നമ്മൾ അനലൈസ് ചെയ്യണം, ആ റിസ്കിനനുസരിച്ചുള്ള ഇൻഷുറൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടത് ഞങ്ങളെപ്പോലുള്ള ഒരു ബ്രോക്കറിന്റെ ചുമതലയാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, അതിന് പറ്റിയ റൈറ്റ് ഇൻഷുറൻസ് കമ്പനി. ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അതിൽ ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ആ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് പ്രോപ്പറായിട്ട് തരാൻ പറ്റുമോ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന്, അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേം. അതാണ് ട്രാൻസ് ഇന്ത്യ. ഇനി മൂന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇൻഷുറൻസ് ഉപയോഗം വരുന്നത് നമുക്കൊരു പെയിൻ ഉള്ള സമയത്താണ്, ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ ഇൻഷുറൻസിന്റെ ആവശ്യം. ആ സമയത്ത് കൂടെ നിന്ന് അതിന്റെ ഡോക്യുമെന്റേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതാണ് ഞങ്ങളെപ്പോലുള്ള സ്ഥാപനം, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ട്രാൻസ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു ക്ലെയിമിന്റെ കാര്യം വരുമ്പോൾ കൂടെ നിന്ന് ആ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. പ്ലീസ് ഗിവ് us an opportunity to save you all. താങ്ക് യു. ആൻഡ് അങ്ങനെ മലയാള സിനിമ തുടങ്ങി 1956 കേരള പിറവിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത ഒരു സംഘടന, ദി അപെക്സ് ബോഡി ഓഫ് മലയാളം മൂവി ഇൻഡസ്ട്രി, ദി കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ്. മിസ്റ്റർ KV കോശി, മിസ്റ്റർ MA ജോൺസൺ, KK ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ മലയാള സിനിമയുടെ നിർമ്മാണ, വിതരണ, സ്റ്റുഡിയോ, പ്രദർശന വിഭാഗങ്ങളെ കോർത്തിണക്കി ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും സംഘടനകൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ കാര്യക്ഷമതയോടുകൂടി പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു മഹത്തായ സംഘടനയുടെ ആദ്യകാല ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. നിങ്ങളെല്ലാവരെയും വീഡിയോ വാളിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഭാരവാഹികളെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രസിഡന്റ് അനിൽ സർ, സെക്രട്ടറി മിസ്റ്റർ സോണി, മറ്റ് ഭാരവാഹികളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഈ ഒരു ജേർണിയെ പറ്റി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനായി സെക്രട്ടറി മിസ്റ്റർ സോണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഫിലിം ചേംബർ ഇങ്ങനെ ഒരു ഓണക്കൂട്ടായ്മ അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മ കൂടാൻ തീരുമാനിച്ചത് ചേംബറിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം
തന്നെ രാവിലെ. അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ 2 സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. ആ 2 സിനിമകളും സൂപ്പർ ഹിറ്റായി തിയേറ്ററുകൾ ഓടുന്നു എന്ന് പറയുന്നത് തന്നെ ചേംബറിനെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പം നല്ലൊരു തുടക്കമാണ് ഈ ഫിലിം ചേംബറിൽ എന്ന് വണ്ണം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ ഇന്ന് മലയാള സിനിമയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ തമ്മിലുള്ള സൗഹൃദ ഇല്ലായ്മയാണ്. ഈ പ്രാവശ്യം കേരള ഫിലിം ചേംബർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലൊരു സൗഹൃദ അന്തരീക്ഷം മലയാള സിനിമയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാത് സംഘടനകളിൽ ചില പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാത് സംഘടനകൾ അവർ പരസ്പരം ചർച്ച ചെയ്ത് ഒരു മേശയിൽ ഇരുന്ന് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പരസ്പരം എല്ലാവരുടെയും സ്നേഹവും സൗഹാർദ്ദവും പെരുമാറ്റവും. ഇനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കത് പറഞ്ഞു തീർക്കാം. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്നും നിങ്ങളോടൊപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും വിഷയങ്ങൾക്കും ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണ ആശംസ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. 1984 എക്സിബിറ്റേഴ്സിന് തങ്ങളുടേതായ ഒരു ഇൻഡിപെൻഡന്റ് സംഘടന വേണമെന്ന തീരുമാനത്തിൽ നിന്നും തുടങ്ങിവെച്ച സംഘടനയാണ് KCEA, കേരള സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ. അപ്പോൾ ഇനി നമുക്ക് KCEAയുടെ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്താം. എല്ലാവർക്കും നമസ്കാരം. കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇപ്പോൾ പുതിയ പ്രസിഡന്റ് അനിൽ തോമസ് വന്ന ശേഷം ഇങ്ങനൊരു കൂട്ടായ്മ വിളിച്ചത് തന്നെ അതിന് നല്ലൊരു തുടക്കമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിനകത്ത് മലയാളത്തിലെ എല്ലാ സംഘടനകളും ഉണ്ട്. ഇപ്പോൾ എല്ലാവരുമായിട്ട് ഒരു സൗഹൃദമായിട്ട് നീങ്ങേണ്ട വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് ബിസിനസ്സാണ്. പല കാരണങ്ങളും കൊണ്ട് നമ്മളൊരു അഭിപ്രായം യോജിപ്പില്ലാത്തതുകൊണ്ട് പലതും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത് ഇങ്ങനൊരു തുടക്കം കുറിച്ചതിന് അനിലിനും ടീമിനും ആദ്യം നന്ദി പറയുന്നു. ഇപ്പം ഞങ്ങൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 1985-86 തുടങ്ങിയ എക്സിബിറ്റേഴ്സിൻ്റെ മാതൃക സംഘടനയായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറിയാണ് വേറെ 1-2 ആയത്. ഇനിയിപ്പോൾ ഇതൊരു തുടക്കമായിട്ട് എടുത്തുകൊണ്ട് വീണ്ടും ഈ 3 പേരും ഒന്നിച്ചു വരാനുള്ള ഒരു ശ്രമവും കൂടെ ചേംബറിൻ്റെ പ്രസിഡൻറ്റ് മുൻകൈയെടുത്ത് ചെയ്യണം. ഇത് കാരണം ഇത് 2-3 നിൽക്കേണ്ട കാര്യമില്ല. ഇനി അവർ വെറുതെ ഓരോന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് 2-3 ആക്കി പോകേണ്ട കാര്യമില്ല. അതിനും ഒരു ശ്രമം അനിൽ തോമസ് നമ്മുടെ എക്സിബിറ്റർ അസോസിയേഷൻ മെമ്പറായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ശ്രമം കൂടെ നടത്തണം. ഇപ്പം ഇതിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ്, ഷാജി വിശ്വനാഥ്, കൊല്ലം. സെക്രട്ടറി പോളിയാണ്. പോളിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വരാതിരിക്കുന്നത്. പിന്നെ ഇത് ട്രഷറർ സ്റ്റാൻലി, നെടുങ്കണ്ടം തിയേറ്റർ. വേറെ 3 പേര് വരുമെന്ന് പറഞ്ഞു, അവർ എത്തിച്ചേർന്നിട്ടില്ല. കാരണം ഇത് മെയിനായിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഓണം കഴിഞ്ഞ് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലാണ് ഇത് വെച്ചത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഗത്തുനിന്നും ഓടി എത്താൻ ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും എല്ലാവരെയും കണ്ടതിലും സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം വിഷയം കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യെസ്, അപ്പോൾ നമ്മളോട് 2 പേർക്ക് സംസാരിക്കാനും എല്ലാവരെയും പരിചയപ്പെടുത്താനുമായിട്ട് ശ്രീ ലിസ്റ്റൻ സ്റ്റീഫനെ ക്ഷണിക്കുന്നു. എല്ലാ സംഘടനാ ഭാരവാഹികൾക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റിനും ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാരവാഹികൾക്കും ആദ്യം ഇത്തരമൊരു കൂട്ടായ്മ വിളിച്ചു ചേർത്തതിന് നന്ദി, ഞങ്ങളുടെ സന്തോഷവും കൂടി അറിയിച്ചുകൊള്ളുന്നു. കാരണം ഇങ്ങനെ സംഭവിക്കാറില്ല. ഇത് സംഭവിക്കുന്നത് വളരെ വിരളമാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഫെഫ്ക ഒരു ചെറിയൊരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടൊരു ഓണക്കൂട്ടായ്മ ഉണ്ടായിരുന്നു. ചെറുതായിരുന്നു, പക്ഷേ അതും തികച്ചും സ്വാഗതാർഹമാണ്. കാരണം ഇത് ഈ സാഹചര്യത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം പൊതുവേ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിലുള്ള സംഘടനകളും സംഘടനാ ഭാരവാഹികളുമെല്ലാം വിഘടിച്ച് നിൽക്കുകയും ഇവിടെ ക്രിയാത്മകമായി ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പൊതു ധാരണ പുറത്തേക്ക് വരാനായിട്ട് ചില ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്, പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സങ്കടമെന്നിരിക്കട്ടെ,
അതിൻ്റെ ഒരു വശം മാത്രം കേട്ട് മാധ്യമ സുഹൃത്തുക്കൾ പോലും അത് ജനങ്ങളിലേക്ക് പറഞ്ഞപടി അതുപോലെ എത്തിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ സത്യാവസ്ഥ ഞങ്ങൾ ഈ ഇലക്ഷനുകൾ എല്ലാം കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ എല്ലാ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും ഇതര സംഘടനകളുടെ ഒന്നല്ല 3-4 സംഘടനകളുടെ ഒരു ഇലക്ഷനിലെ ഭാരവാഹികൾ ജയിച്ചു വന്നപ്പോൾ അതിൻ്റെ ഉത്തരം വളരെ ശക്തവും സ്പഷ്ടവുമായി ജനങ്ങളിലേക്കും സിനിമയിലുള്ള മറ്റ് ഇതിന് പുറത്ത് നിൽക്കുന്നവർക്കും എല്ലാം ഒരു നല്ലൊരു മെസ്സേജാണ് കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു എപ്പെക്സ് ബോഡിയാണ്. ഞങ്ങളുടെ എല്ലാ സംഘടനകളുടെയും ട്രേഡ് ബോഡീസിൻ്റെയും ഒരു എപ്പെക്സ് ബോഡിയാണ് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ്. വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒരു ആർബിട്രേറ്ററി റോൾ എടുക്കുന്നത് പോലെ സംഘടനകളുടെ വിഷയം വരുമ്പോൾ ഒരു ആർബിട്രേറ്ററി റോള് മറ്റ് വിഷയങ്ങളിലും വളരെ ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട്. ഈ അടുത്തിടെ ഉണ്ടായ പല വിവാദങ്ങൾക്കും ചേംബർ മുന്നിട്ട് നിന്നാണ് അതിന് ഉത്തരവും അത് പരിഹരിക്കാനുമായിട്ട് ഒരു വലിയ കാരണമായത്. അപ്പം ചേംബറിൻ്റെ പ്രസക്തി എന്നത്തെയും പോലെ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അത് അതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ചേംബർ ഇങ്ങനൊരു കൂട്ടായ്മ വിളിച്ചു ചേർത്തപ്പോൾ എല്ലാ സംഘടനയിലെ ഭാരവാഹികളും എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ്. സിനിമ എന്നും ഒന്നാണ്, നമുക്ക് ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് സിനിമ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് എല്ലാവരും ഒരുമിച്ച് ക്രിയാത്മകമായി ഉള്ള ചർച്ചകൾ ഉണ്ടാവുക, ചെളിവാരി തേക്കുന്നതിലുപരി ക്രിയാത്മകമായി സിനിമയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാവുക. ഇപ്പോൾ വളരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സിനിമാ നയം ഇവിടെ രൂപീകരിക്കപ്പെടാൻ പോവുകയാണ്. അത് എല്ലാ സംഘടനകൾക്കും വ്യവസായത്തെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ വ്യവസായത്തെ ബാധിക്കുന്ന കാര്യവും വ്യവസായത്തിന് നല്ലത് വരുന്ന കാര്യവും ഒരേപോലെ ആ നയത്തിലുണ്ടാകണം. അപ്പോൾ അതിനകത്ത് നമുക്ക് എതിർക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് എതിർക്കുകയും നമുക്ക് അനുകൂലിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ഒരുമിച്ച് അനുകൂലിക്കുകയും ചെയ്യാനായിട്ട് ഈ ആവാസ വ്യവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഇത്തരം കൂട്ടായ്മകൾ വളരെയധികം സഹായിക്കും. അപ്പോൾ അതിന് ചേംബറിന് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റ് എല്ലാ സംഘടനകളുടെയും ഭാരവാഹികൾക്ക് ഓണാശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ കർത്തവ്യം ഇന്ന് ഏറ്റെടുക്കാൻ കാരണം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ബി രാകേഷിന് അദ്ദേഹത്തിനൊരു മരണത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഇന്ന് രാവിലെ അദ്ദേഹവും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു. ഇന്നലെ ഇതിനു വേണ്ടി അദ്ദേഹം രാത്രി വന്നതാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് രാവിലെ തിരിച്ചു പോകേണ്ടി വന്നുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാരവാഹികളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫനുണ്ട്, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മലയാള സിനിമയിലെ കുന്തിരിക്കമാണ്, എന്നും കത്തി പുകഞ്ഞ് എല്ലാവർക്കും മണം, അതെ പരിമളം എന്ന് പറയാം. ലിസ്റ്റിനുണ്ട്. ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി ഹംസൊക്കെ ഉണ്ട്, MM ഹംസ കലാസംഘം. മറ്റൊരു ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ആൽവിൻ ആൻ്റണി അനന്യ ഫിലിംസിൻ്റെ. ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നെക്കാട്ടിലും സീനിയേഴ്സാണ് അവർ രണ്ടുപേരും. അത് മാത്രമല്ല ഞങ്ങളുടെ ട്രഷറായിട്ടുള്ള ശ്രീ സുബൈറിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കുറച്ച് സീനിയർ മെമ്പേഴ്സിനെയും കൂടി ഞാൻ ഈ സ്റ്റേജിലേക്ക് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രീ സിയാദ് കോക്കർ, അദ്ദേഹത്തിന് ദയവായി സിയാദ് ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ഞങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും സീനിയർ മെമ്പേഴ്സാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ, ഞങ്ങളുടെ മറ്റൊരു സീനിയർ മെമ്പറായിട്ടുള്ള സുരേഷ് കുമാർ, അദ്ദേഹത്തിനെയും, ഇവർ രണ്ടുപേരുമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് തൂണുകളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഞങ്ങളെ നിലനിർത്തുന്നതിലൊരു വലിയ ഫാക്ടറും. എൻ്റെ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ എൻ്റെ കോ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സോഫിയ പോളിനും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വന്നാൽ നന്നായിരുന്നു. കാരണം സന്തോഷ് പവിത്രം, രമേശ് ചേട്ടൻ, എനിക്ക് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരാരെങ്കിലും, മേനോൻ മണികണ്ഠൻ, പ്ലീസ്. ഹായ് സർ.
അപ്പോൾ ഇത് എല്ലാവരെയും ഒന്ന്, കാരണം വെച്ചാൽ ഏറ്റവും ദൈനംദിനം ഫെഫ്കയും അമ്മയും കേരള ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷനും എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും ഒക്കെ ദൈനംദിനം ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് പ്രൊഡ്യൂസേഴ്സുമായിട്ടാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഒന്നല്ല, എല്ലാവരുമായി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആശയവിനിമയം നടത്താം. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി കണ്ടിരിക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഒന്നുകൂടി എല്ലാവർക്കും ഞങ്ങൾ പുതിയ എല്ലാ ഭാരവാഹികൾക്കും ഒന്നുകൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട്, ഓണാശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം എന്ന് പറഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രീന് ഒരു ഹിസ്റ്ററി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് തോന്നുന്നു എലക്ഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏറിയ ഒരു മത്സരം നടന്നത്. സോ ഐ വോണ്ട് ടു സേ എല്ലാ എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. എല്ലാവരും ഇവിടെ എന്താ പറയുക, ഒരു സ്ഥലത്ത് കാണുക പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഷോസ് ദാറ്റ് നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യമാണ്, സിനിമ. എങ്ങനെ അത് നന്നായിട്ട് ഒത്തൊരുമോടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതാണ് നമ്മളെല്ലാവരും ലക്ഷ്യം. സോ എന്തായാലും താങ്ക് യു സോ മച്ച്. എൻ്റെ ടീമാണ്, ചെറിയൊരു ടീം. ഓബിയസ്ലി എല്ലാവർക്കും അറിയാം. പിന്നെ പറയാണ് നമ്മളുടെ ജനറൽ സെക്രട്ടറി കുക്കു, വൈസ് പ്രസിഡൻറ്റ് ലക്ഷ്മി ആൻഡ് ജയനേട്ടൻ, ഇവിടെ നമ്മുടെ ട്രഷറർ ഉണ്ണി ശിവപാൽ. മൂപ്പര് തേങ്ങയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉരുളുമെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും തേങ്ങയായ ഉണ്ണി ശിവപാൽ ഇവിടെ ഉണ്ട്. ജോയിൻറ്റ് സെക്രട്ടറി അൻസിബ, പിന്നെ നമ്മുടെ മെയിൻ ആൾക്കാർ. ബാക്കി നമ്മുടെ എക്സിക്യൂട്ടീവിൽ ഇവിടുന്ന് അഞ്ജലി, ആശ അർവിൻ, സറിയു, നീന, സിജോയ്, ഡോക്ടർ റോണി, കൈലാഷ് ആൻഡ് വിനു, പിന്നെ കുറച്ച് നമ്മുടെ ജോയ് ഏട്ടനും സന്തോഷും ടിനി ഏട്ടനും വന്നിട്ടില്ല. ബാക്കി തേലു. സോ താങ്ക് യു. സപ്പോർട്ട് എപ്പോഴും വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. FDAയുടെ പ്രസിഡന്റിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും ബാക്കി ഓഫീസ് ബെയറേഴ്സിനെ പരിചയപ്പെടുത്താനായിട്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാഘോഷം, ഓണത്തിൻ്റെ ഗ്രീറ്റിംഗ്സ് ഞാൻ പറയുന്നു. ആദ്യമായിട്ട് നേരത്തെ ഷാജി പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെയൊരു കൂട്ടായ്മ പല വർഷങ്ങളിലും നമ്മൾ എല്ലാവരും തന്നെ സംസാരിച്ചിരുന്നു. പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ട് ഇതൊരു തുടക്കമാണ്. കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഇന്നത്തെ ഭാരവാഹികളുടെ ഈ ഒരു യജ്ഞം തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിലും ഇതോടുകൂടി അവസാനിക്കരുത്. സാധാരണ സിനിമയിൽ എല്ലായ്പ്പോഴും സംഘടനകളുടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ വരുന്നതും അപ്പോൾ തന്നെ അവസാനിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇതിന്ന് സമയത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൻ്റെ ആവശ്യമാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് ഒരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിലനിൽക്കണം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ദൈവം എല്ലാത്തിനും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഫെഡറേഷന് വേറെ ആരുടെ ആവശ്യമില്ല, ബഷീർക്ക മാത്രം മതി. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ സംഘടന ഭാരവാഹികൾക്കും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും എൻ്റെ വ്യക്തിപരമായിട്ടും എൻ്റെ സംഘടനയുടെ ഓണാശംസകൾ. ഈ വർഷം എല്ലാം നേരത്തെ ശ്വേതാബിനും പറഞ്ഞ മതി, എല്ലാം ഇലക്ഷനെ ഒന്നിച്ചിട്ട് ആദ്യം അമ്മ, പ്രൊഡ്യൂസേഴ്സ്, അതിന് വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ചേംബർ 4 ഇലക്ഷനും ഒന്നിച്ച് വന്നാണ്. പക്ഷെ ഒരു പ്രത്യേകത, എല്ലാം ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ സംഘടനയിൽ കയറിയിട്ടുള്ളത്. അതിൻ്റെ ഗുണം ഇപ്പം കാണാനുണ്ട്. ചേംബർ പ്രസിഡൻ്റായിട്ട് വന്ന പ്രസിഡന്റ് അനിൽ, നമ്മൾ എല്ലാ സംഘടനയിലുണ്ട്. നേരത്തെ
ട്രഷറർ, അമ്മയിലെ ട്രഷറർ പറ്റി പറഞ്ഞാൽ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലുണ്ട്, പ്രൊഡ്യൂസേഴ്സിലുണ്ട്, ഫെഡറേഷനുണ്ട്, ഫിയോക്കിനുണ്ട്, എക്സിബിറ്റർ അസോസിയേഷനുണ്ട്, ചേംബറിലുണ്ട്. അതിലൊരു ഭാഗ്യം തന്നെയാണ് ഈ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയ തന്നെ ഒരു ഭാഗ്യമാണ്. അതിന് ഇപ്പോൾ നോക്കുന്ന സമയത്ത് അതിന് അർഹതപ്പെട്ട വ്യക്തി തന്നെയാണ് പ്രസിഡന്റ് ആയത്. അതിൻ്റെ ഗുണം അതിന് തുടക്കത്തിൽ ഇന്നത്തെ ഈ കൂട്ടായ്മ കൊണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ ആ ശക്തി അറിഞ്ഞു. അതുപോലെ തന്നെ ഈ വർഷം ഇലക്ഷൻ കഴിഞ്ഞിട്ട് തുടക്കം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കിറ്റ് ജീവിതരാജ്യമായിട്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സിൻ്റെ കിറ്റ് എല്ലാ പ്രൊഡ്യൂസർമാർക്കും കിട്ടിയത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ലൈവ് ഉണ്ടല്ല, ഉള്ള കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്, ഇല്ലാത്ത കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഭാര്യമാർക്കെല്ലാം ഒരു അതിശയമായിട്ട് തോന്നിയത് എറണാകുളത്തൊരു കിറ്റ് കിട്ടിയ അതിൽ ഒരു പുടവൊക്കെ അതും ഒരു വലിയ കാര്യമാണ്. അത് അതിന് നേതൃത്വം കൊടുത്ത പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രസിഡന്റിനും അതിന് ചുക്കാൻ പിടിച്ച സുരേഷ് കുമാറിനും ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയേണ്ടത്, നേരത്തെ ഷാജി പറഞ്ഞ മാതിരി കൂട്ടായ്മ. ഈ കൂട്ടായ്മ ഇവിടെ കൊണ്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ഈ സദ്യ കൊണ്ടിട്ട് പിരിയാവുന്ന കാര്യമല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. 9 വർഷമായി 10ാമത്തെ വർഷത്തേക്ക് കിടക്കുന്നതാണ്. അതിനു മുമ്പ് 5 വർഷം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിച്ചു. 15 വർഷമായി. എനിക്ക് തോന്നുന്നു മലയാള സിനിമക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്തതെന്നുണ്ടെങ്കിൽ ആന്റണി ഗവൺമെൻറ് മാത്രമാണ്. ആദ്യം ₹1 സർവീസ് ചാർജായിരുന്നു. ആന്റണി ഗവൺമെൻറ് വന്ന സമയത്ത് എല്ലാ ഇൻഡസ്ട്രിക്കും ഉപകാരപ്പെട്ട തിയേറ്റർക്ക് മാത്രമല്ല. ചെറുക്കൽ അബ്ദുള്ളയും സ്വദേശ വകുപ്പ് മന്ത്രിയാണ്, ആന്റണി മുഖ്യമന്ത്രിയാണ്. അന്ന് 57%, 60% ടാക്സ് 32%, 24% ചുരുക്കി തന്നു. അത് അന്ന് ഫെഡറേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അതിനെ സമരം ചെയ്തിട്ട് സമരത്തിലൂടെയാണ് സിയാദക്കായിട്ടന്ന് ചേംബർ പ്രസിഡൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നത്തെ സമയത്ത് വൈസ് പ്രസിഡന്റ് ഞാനാണെന്ന്. അത് നേടിയെടുത്തതാണ്. അത് കൂട്ടായ്മ കൊണ്ട് നേടിയെടുത്ത കാര്യമാണ്. ഇനിയിപ്പം ഈ കൂട്ടായ്മ കൊണ്ട് തന്നെയാണ് ഇപ്പം ഒരു ഗവൺമെൻറ് പുതിയ നയം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നും കിട്ടാൻ പോകുന്നുണ്ട് ഒരു ഇലക്ഷൻ ടൈമായിട്ട് തോന്നുന്നത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കൂട്ടായ്മ അതിനെ നേരിടാൻ വേണ്ടി തയ്യാറാവണം. അത് ഇതേ ഇന്നുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അതിൽ പിയോക്കിൻ്റെ മാത്രമല്ല, ഫെഫ്കൻ്റെ അല്ല അതിന് മുൻകൈ എടുക്കേണ്ടത്. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റേഴ്സും. കാരണം എന്തെങ്കിലും തിയേറ്റേഴ്സിന് എന്തെങ്കിലും ഇളവ് കിട്ടിയാൽ അതിൻ്റെ ഗുണം എല്ലാ സംഘടനകൾക്കും കിട്ടും. പ്രൊഡ്യൂസേഴ്സിനും കിട്ടും, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കിട്ടും. അത് ഒരു തിയേറ്റേഴ്സിന് മാത്രമല്ല അതിൻ്റെ ഗുണം കിട്ടുന്നത്. എന്തെങ്കിലും ടാക്സ് കുറച്ചാൽ അതിൻ്റെ 1% പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കിട്ടും. അതിന് മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ട് ചേംബർ ഭാരവാഹി, ചേംബർ പ്രസിഡന്റ് നല്ല പ്രാപ്തനാണ്. ഇതിനെ എല്ലാവരും യോജിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ചേംബർ പ്രസിഡന്റിന് കഴിവുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ അമ്മയോട് പറയേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത് അമ്മ എന്ന സംഘടനയാണ്. ഇപ്പോൾ കേരളത്തിന് താങ്ങാൻ പറ്റാത്ത റെമുനറേഷനാണല്ലോ ഇപ്പോൾ ഹിന്ദി പടത്തിനും തെലുങ്ക് പടത്തിലുള്ള വാങ്ങുന്ന പൈസയാണ് കേരളത്തിൽ ഇപ്പം വാങ്ങിക്കുന്നത്. അതെന്തിനും ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഒട്ടുക്കും സിനിമ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം പച്ച പിടിച്ചു പോകുന്നത് കേരളത്തിലെ മലയാള സിനിമ മാത്രമാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിലും തിയേറ്റർ പൂട്ടിപ്പോകുന്നു. മൾട്ടിനാഷണൽ കമ്പനിക്കാരിലും കേരളത്തിൽ വന്നിട്ട് തിയേറ്റർ എടുക്കുന്നു. അവിടെ നഷ്ടം വന്നിട്ട് ആ നഷ്ടം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ തിയേറ്റർ ഉണ്ടെന്ന് അത്യാവശ്യം പടം ഓടുന്നതും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി തെലുങ്കിലും പോയാലും ഹിന്ദി പോയാലും കന്നഡയിൽ പോയാലും വല്ലപ്പോഴും ഒരു പടം ഓടിയാൽ ആയി. ഇവിടെ അത്യാവശ്യം പടം തെറ്റില്ലാണ്ട് ഒരു വർഷത്തിട്ട് 10-15 പടങ്ങളിൽ ഓടുന്നുണ്ട്. മറ്റുള്ള പടങ്ങളിൽ തെറ്റില്ലാണ്ട് കർശനം വരുന്നുണ്ട്. അപ്പോൾ അമ്മ എന്ന സംഘടനയും ഒരു സിനിമ നിലനിൽക്കണം എന്നുള്ള ചിന്താഗതി
ഇപ്പോഴത്തെ പുതിയ പ്രസിഡൻറ്റിന് എല്ലാ പ്രയാസങ്ങളും പറഞ്ഞ പ്രസിഡൻ്റാണ്. പഴയ പ്രസിഡന്റുമാരെ അറിയില്ല. എൻ്റെ ഇല്ലായ്മ, അതിൻ്റെ നന്മയും തിന്മയും അറിഞ്ഞ വ്യക്തിയാണ് പ്രസിഡന്റ്. അത് ശ്വേതാമേനോൻ അതിന് ശ്രമിക്കുന്നുള്ള ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയ ഒരു സംരംഭം ആരംഭിക്കുകയാണ്. സിനിമയിലുള്ള എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി വാദിക്കാൻ ഈ ഒരു കൂട്ടായ്മ എന്നും പ്രചോദനവും അതിനേക്കാൾ ഉപരി നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇതിന് മുൻകൈ എടുത്ത ശ്രീ അനിലിനോടും ചേംബറിൻ്റെ മറ്റ് ഭാരവാഹികളോടും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും വന്നിട്ടില്ല. അവരെ പരിചയപ്പെടുത്തുന്ന സെക്രട്ടറി ശ്രീ ശ്രീകുമാർ അരൂകുറ്റിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ജോസേട്ടൻ ഇവിടെ എല്ലാവരും ഒന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രശസ്ത സംവിധായകൻ ശ്രീ ജോസ് തോമസ് അദ്ദേഹം കൂടി ഇങ്ങോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറന്നു നിൽക്കരുത്. ആദ്യമേ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിന് തയ്യാറായ ചേംബറിൻ്റെ ഭാരവാഹികൾക്ക് ആശംസയും അഭിനന്ദനവും അറിയിക്കുകയാണ്. ഞങ്ങളുടെ പുതിയ ഭാരവാഹികൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പ്രശസ്ത സംവിധായകൻ ശ്രീ ജോഷി മാത്യു ആണ് ചെയർമാൻ. ജനറൽ സെക്രട്ടറി ഞാനാണ്. എൻ്റെ പേര് ശ്രീകുമാർ അരൂക്കുറ്റി. ട്രഷറർ സജിൻ ലാലാണ്, എത്തിച്ചേർന്നിട്ടില്ല. വൈസ് ചെയർമാൻ ശ്രീ പി കെ ബാബുരാജ്, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. രാജീവ് ആലിങ്കൽ, 2 വൈസ് ചെയർമാന്മാരാണ്, 2 പേർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ജോയിൻറ്റ് സെക്രട്ടറിമാർ ഒന്ന് NM ബാദുഷയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഉൽപ്പൽ വി നായനാർ, 3ാമത്തെ ജോയിൻറ്റ് സെക്രട്ടറി സോണി സായി. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഷിബു ചക്രവർത്തി സാറുണ്ട്, ഇവിടെ പ്രശസ്ത ഗാനരചയിതാവ്. സംവിധായകൻ M പത്മകുമാർ, മധുപാൽ, ലാൽ ജോസ്, ഇവിടെ ഉള്ളത് ജോസ് തോമസ്, PRO AS ദിനേശ്, സംവിധായകൻ വേണു ബി നായർ, പ്രശസ്ത തിരക്കഥാകൃത്ത് ബാബു പള്ളാശ്ശേരി, PRO പത്രപ്രവർത്തകൻ അഞ്ജു അഷ്റഫ്, ഡിസൈനർ ജിസൻ പോള്, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രിയപ്പെട്ട ഷാജി പട്ടിക്കര. ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഭാരവാഹികൾ. ഏതായാലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമയുടെ നിലനിൽപ്പിനും സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും എല്ലാം നമുക്ക് ഒറ്റക്കെട്ടായി ഏതൊക്കെ സാധ്യമായ മേഖലകളിലെല്ലാം യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിന് മുൻകൈയെടുത്ത ചേംബറിൻ്റെയും മറ്റ് സംഘടനകൾ എല്ലാവരുടെയും ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. 2 വാക്ക് സംസാരിക്കാനും എല്ലാവരെയും പരിചയപ്പെടുത്താനുമായിട്ട് പ്രസിഡന്റ് ശ്രീ CB മലലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. GC മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് വെച്ച ചേംബറിൻ്റെ പ്രസിഡന്റ് അനിൽ തോമസും മറ്റ് ചേംബറിൻ്റെ ഭാരവാഹികൾക്കും ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. മലയാള സിനിമയുടെ ഒരു കൂട്ടായ്മയിലേക്ക് ഇതുവരെ എനിക്കൊന്ന് ഇതുപോലത്തെ ഒരു കൂടിച്ചേരൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഈ പുതിയ ഭരണസമിതി തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു. നമ്മൾ യോജിച്ച് നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നേരത്തെ ശ്രീ വിശ്വനാഥൻ പറഞ്ഞതുപോലെ ഒരു യൂണിറ്റി പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ നടന്ന ഘട്ടങ്ങളിലൊക്കെയും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വ്യവഹാരങ്ങളിലേക്കൊക്കെ ചെന്നപ്പെടുന്ന അവസ്ഥകളുണ്ടായി. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ക്രിയാത്മകമായിട്ട് സിനിമ എന്ന ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിക്കാനുള്ളൊരു പ്രേരക ശക്തിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നൽകാം. ഇതിൻ്റെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനുണ്ട്, ട്രഷറർ സതീഷുണ്ട്, വർക്കിംഗ് പ്രസിഡന്റ് സോഹൻ, ബാക്കി ഓരോരുത്തർ ഞങ്ങളുടെ സെക്രട്ടറിമാരാണ്. ഓരോ യൂണിയൻ്റെയും സെക്രട്ടറിമാരാണ്. നമ്മൾ 21 യൂണിയനുകളിൽ അവരുടെ സെക്രട്ടറിമാരാണ്. എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കൂട്ടായ്മയിലേക്ക് ട്രേഡ് ബോഡി അല്ലാത്ത ഞങ്ങളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി ഇതിൻ്റെ ഒരു ഈ കൂട്ടായ്മയ്ക്കൊരു പൂർണ്ണത വരുത്തിയതിനായിട്ട് ഇതിൻ്റെ ഭാരവാഹികൾക്ക്
സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഉണ്ണികൃഷ്ണനെ കൂടെ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷം മലയാള സിനിമയിലേക്ക് അതെന്നും നിലനിന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോയ ചുരുക്കം സന്ദർഭങ്ങളേ ഉള്ളൂ. പക്ഷേ മുമ്പോട്ടുള്ള യാത്രയിൽ അത് വളരെ ദൃഢമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഉറച്ച ബോധ്യത്തിന്മേൽ ഇങ്ങനെയൊരു കൂട്ടായ്മയും ഓണത്തിൻ്റെ സന്ദേശവും കൂടി എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത കേരള ഫിലിം ചേംബറിൻ്റെ പുതിയ നേതൃത്വത്തിനോട്, വിശിഷ്യ പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിനോട് ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു, സ്നേഹം രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആയിരിക്കാം മലയാള സിനിമയിൽ ഇപ്പോൾ ഇത്രയും സംഘടനകൾ ഇവിടെ വന്നതിൽ ഉള്ള ഏക ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഞങ്ങൾ തൊഴിലാളി സംഘടനയാണ്. ഒരുപക്ഷെ ഏറ്റവും അംഗബലമുള്ളത് ഞങ്ങൾക്കായിരിക്കാം. കാരണം അടിസ്ഥാനവർഗ തൊഴിലാളികൾ മുഴുവനും ഞങ്ങളുടെ കൂടെയാണ്. ഇപ്പോൾ ഏതാണ്ട് 10,000-ൽ പരം തൊഴിലാളികളുണ്ട് ഫെഫ്കയിൽ. അതിൽ 2,000 ശിഷ്ടം പേര് ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. 21 യൂണിയനുകളുണ്ട്. 21 ക്രാഫ്റ്റിനെ പ്രതിനിധീകരിക്കുന്ന 21 സിനിമയിലെ സാങ്കേതിക വിഭാഗത്തിലെ ഓരോ ക്രാഫ്റ്റിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു യൂണിയൻ എന്ന മട്ടിലാണ് ഫെഫ്ക വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇപ്പോൾ നിലവിൽ 2 തൊഴിൽ മേഖലയുടെ പ്രതിനിധികൾ കൂടി അവരുടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഫെഫ്കയിലേക്ക് അഫിലിയേറ്റ് ചെയ്യണമെന്ന അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് ഒരു ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. 2 പുതിയ വിഭാഗങ്ങൾ കൂടി ഫെഫ്കയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്നും നമ്മൾ പ്രശ്നങ്ങൾ സിനിമയിലുണ്ടാവും, വിയോജിപ്പുകളുണ്ടാവും. പക്ഷേ അതൊന്നും സൗഹൃദത്തെ ബാധിക്കേണ്ട കാര്യമില്ല. അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യക്തിപരമായ ആരോപണങ്ങളിൽ ചെന്നെത്തേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ജനാധിപത്യപരമായ രീതിയിൽ പറയാനുള്ളത് പറയുക, കേൾക്കാനുള്ളത് കേൾക്കുക. നമ്മൾ ഒരു സൊല്യൂഷനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് പിരിയുക എന്നുള്ളതാണ്. അതിന് അത്തരത്തിലല്ലാത്ത ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇനി മലയാള സിനിമയുടെ അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന വിധം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതിന് ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പറയുന്നു. തൊഴിൽദാതാക്കൾക്ക്, ഞങ്ങളുടെ തൊഴിൽദാതാക്കളായ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു നിലപാടും ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഫെഫ്ക ഒരുക്കിയ ഉച്ച ഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത നിർമ്മാതാക്കളോട് നമ്മൾ നേരിട്ട് പറഞ്ഞതാണ്. ഇതിനു മുമ്പ് സംസാരിച്ച സന്ദീപും ബഷീറൊക്കെയും ഒക്കെ സൂചിപ്പിച്ച പോലെ കേരള സർക്കാർ ഇപ്പോൾ രൂപം കൊടുക്കുന്ന സിനിമാ നയം വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് യോജിപ്പുള്ള മേഖലകളുണ്ട്, വിയോജിപ്പുള്ള മേഖലകളുണ്ട്. ആ വിയോജിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായും കഴിഞ്ഞ സിനിമ കോൺക്ലേവിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ആ കാര്യം നമ്മൾ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ട് സമഗ്രമായ ഒരു നയമാകുകയാണെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യും. പക്ഷേ മലയാള സിനിമയിൽ ചേംബർ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നിനെയും മലയാള ചലച്ചിത്ര വ്യവസായം സ്വാഗതം ചെയ്യില്ല എന്നുകൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതിന് ഞങ്ങളുടെ സംഘടന കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാവരുടെയും ഒപ്പം കാണുമെന്നുള്ള ഉറപ്പുകൂടി നൽകിക്കൊണ്ട് എല്ലാവർക്കും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ആദ്യമായി എല്ലാവരെയും പരിചയപ്പെടുത്താനും നമ്മളോട് 2 വാക്ക് സംസാരിക്കാനുമായി പ്രസിഡന്റ് വിജയ് കുമാർ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. ഒപ്പം ഏവർക്കും ഓണാശംസകൾ. ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ ചേംബറിൻ്റെ പുതിയ ഭരണസമിതി വളരെ ആശാവഹമായ, അഭിനന്ദനാർഹമായ ഒരു തുടക്കമാണ് കാഴ്ചവെച്ചത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാര്യം ഫിലിം ചേംബറിലേക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് പല സംഘടനകളും പ്രവർത്തിച്ച് പരിചയമുള്ളവരെയാണ് ഞങ്ങൾ പലരും, എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കൂടി
അതിൻ്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോഴേ ഓരോ സംഘടനയും അതിൻ്റെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആരാകണം എന്ന് നിശ്ചയിക്കുമ്പോൾ തന്നെ അതിന് യോജിച്ച ജനറൽ സെക്രട്ടറി ആരായിരിക്കണം, ട്രഷറർ ആരായിരിക്കണം എന്ന് ഒന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിന് അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കുന്നതാണ് പതിവ്. അത് ഇത്തവണ വളരെ അനുയോജ്യമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് നടന്നത്. അതായത് പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിന് യോജിച്ച് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ജനറൽ സെക്രട്ടറി ശ്രീ സോണി, അതിനോടനുബന്ധിച്ച് അവരോട് എല്ലാ കാര്യത്തിനും നിൽക്കത്തക്ക രീതിയിലുള്ള ട്രഷറർ ശ്രീ സെബാസ്റ്റ്യൻ, അതിനൊത്ത് എല്ലാ ഭരണസമിതി അംഗങ്ങളും. അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വളരെ ഭംഗിയായി അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കണ്ടത്. ഇനിയും മേലിൽ അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അവരോടൊപ്പം ഫിയോക്കും കേരളത്തിലെ എല്ലാ എക്സിബിറ്റേഴ്സും കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് ഞാൻ നൽകുന്നു. അവരെ മേലിലുള്ള പ്രവർത്തനം നമുക്കറിയാം. കഴിഞ്ഞ 9 വർഷമായി സിനിമയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു മിനിസ്റ്റർ, ആ രീതിയിലാണ് ഇന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമിതമായ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇപ്പം തന്നെ GSTയുടെ പുനഃസംഘടന നടന്നു, സിനിമാ മേഖലയ്ക്ക് ഒന്നും ലഭിച്ചില്ല. ഉപദ്രവമല്ലാതെ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇന്ന് വരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനും നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാനും മുൻനിരയിൽ ചേംബർ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കൂടാതെ കഴിഞ്ഞ കുറേ നാളുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാര്യം. സിനിമ എന്ന് പറയുന്നതിൻ്റെ നിലനിൽപ്പ് സിനിമ തിയേറ്ററിൽ കൂടി മാത്രമാണ്. തിയേറ്ററിൽ വന്ന് സക്സസ് ആവുന്ന സിനിമയിൽ കൂടെ മാത്രമാണ് സിനിമയ്ക്ക് നിലനിൽപ്പുള്ളത് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വന്ന OTTയെ പോലുള്ള ചില സംഭവവികാസങ്ങൾ താൽക്കാലികമായി ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ പുറകെ ചിലരൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും അവരെയെല്ലാം ബോധ്യപ്പെടുത്തി സിനിമാ തിയേറ്ററാണ് സിനിമയുടെ നട്ടെല്ല് എന്ന് തെളിയിക്കുന്ന തുടരും ലോക പോലുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. മേലിലും ആ രീതിയിലുള്ള ഉദ്യമം, സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മനസ്സിൽ കണ്ടെടുക്കുന്ന ഓരോ സിനിമയും ഇതുപോലെ അർഹിക്കുന്ന വിജയം നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി നീങ്ങി അതിൻ്റെ കഥയും സംഭവങ്ങളും ഉണ്ടാക്കി സിനിമാ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മാത്രം മനസ്സിലുദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൂടി മാത്രമേ സിനിമാ തിയേറ്ററിൽ നിലനിൽപ്പുള്ളൂ. മേലിലും ഈ രീതിയിലുള്ള സിനിമകൾ ഉണ്ടാകട്ടെ. ഫിലിം ചേംബറും അതിനുവേണ്ടി ഉദ്യമിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എക്സിബിറ്റേഷൻ സൈഡിൽ നിന്ന് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പിന്നെ എൻ്റെ ഭാരവാഹികൾ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുമേഷ് ഇന്ന് ചില അസൗകര്യങ്ങൾ കാരണം വന്നെത്തിയിട്ടില്ല. ട്രഷറർ ശ്രീ സാജു കവിതാ തിയേറ്റർ ഉടമയാണ്, അദ്ദേഹം ഒരു വിദേശ പര്യടനത്തിലാണ്. പിന്നെ ഞങ്ങളുടെ ചെയർമാനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ശ്രീ ദിലീപ്, അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തേണ്ടത്. ആ ചുമതലയാണ് എന്നിൽ എത്തിച്ചേർന്നത്. പിന്നെ ഈ നിൽക്കുന്നത് മൊത്തവും ഞങ്ങളുടെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ തിയേറ്ററുകളുടെ ഉടമകൾ. നന്ദി, നമസ്കാരം. നമ്മളോട് രണ്ടുപേർക്ക് സംസാരിക്കാനായി ഫിയോക്കിന്റെ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപിനെ കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ഓണം. മലയാള സിനിമയ്ക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. ഇത്രയും വലിയ ഒരു കൂട്ടായ്മ. നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് പല പ്രശ്നങ്ങളിൽ ഇടപെട്ടുകയും അങ്ങോട്ടും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിലുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും അത് വാക്കുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് സംഘടനാപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന ഒരു സംഭവങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒത്തൊരുമിക്കുക എന്നുള്ള സംഭവമൊക്കെ അതൊക്കെ പാസ്റ്റ്. പക്ഷെ ഇന്നത്തെ ദിവസം ഗംഭീരമായൊരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത്. വലിയ സന്തോഷമുണ്ട്. അതിൽ ഒരുപാട് പ്രാവശ്യവും ഇതുപോലെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻ്റായ
ശ്രീ അനിൽ തോമസ്. കാരണം അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ചേംബറിലാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിലും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും തിയേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉള്ള ചർച്ചകളിൽ ഞങ്ങൾ സ്ഥിരം സംസാരിക്കാറുള്ള ആൾക്കാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സ്നേഹമുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളവരെല്ലാവരും. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിൻ്റെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആദ്യമേ നമ്മൾ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. അകത്ത് നിൽക്കുന്ന ആൾക്കാർ അറിയുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും സംഘടനയുടെ ഒരാൾ പുറത്തു പോയി നിന്ന് കല്ലെറിയുമ്പോഴാണ് അതെന്താത്. പിന്നെ ഏതൊരു സംഘടനയുടെയും കാര്യങ്ങളെ നോക്കേണ്ടത് ആ സമിതിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ പിന്നെ അവരവരുടേതായ സ്റ്റാൻഡ് എടുക്കും. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനൊരു കൂട്ടായ്മ ഇന്ന് തുടങ്ങിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എല്ലാ സംഘടനയ്ക്കും അവരുടേതായിട്ടുള്ള രീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്ന സ്ഥിതിക്ക് ഓരോ അസോസിയേഷനിൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം. ആ ശബ്ദം മറ്റുള്ള അസോസിയേഷനിലേക്ക് കത്ത് വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വെക്കണം, ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അസോസിയേഷനിലുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിനുണ്ട്, അതൊന്ന് പരിഹരിക്കണം. കാരണം ഇവിടുത്തെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്ന കാശ് മുടക്കുന്ന ഒരാൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സിന് തന്നെയാണ്. അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരാൾ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നിടത്തു നിന്നാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്, നമുക്ക് ജോലി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ക്രിയേഷൻ സൈഡ്, അതുപോലെ അതിന് തക്കതായിട്ടുള്ള കഥയും അതിൻ്റെ സംവിധാന രീതികളും മറ്റുള്ള ടെക്നിക്കൽ വശങ്ങളും എല്ലാമായിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇന്ന് മലയാള സിനിമയിൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണുള്ളത്. അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലകൾ, ഇതെല്ലാം കൂടി ഒത്തൊരുമിക്കുമ്പോഴാണ്, അതുപോലെ ഈ പറയുന്ന പോലെ ഈ തിരക്കഥാകൃത്തുക്കൾ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ അതിഗംഭീരമായി സ്ക്രീനിൽ അഭിനയിച്ച് ബലിപ്പിക്കുന്ന താരങ്ങൾ, എല്ലാവരോടും ചേരുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് സിനിമ. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാതെ എല്ലാവർക്കും അവരവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന അസോസിയേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേഷനിൽ ചർച്ച ചെയ്തിട്ട് മറ്റൊരു അസോസിയേഷനോട് പറയാനുണ്ടെങ്കിൽ അത് ഇതുപോലുള്ളൊരു കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് മുൻകൈയെടുത്ത കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇനിയൊരു വഴക്ക് നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ മീഡിയയുടെ മുമ്പിൽ നിന്ന്, ഇപ്പൊ മീഡിയാസിന് അത് കാരണം അവർ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും അതായിരിക്കും താല്പര്യം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്ന് പ്രകോപിപ്പിക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് പറയാനില്ലേ, നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശിച്ചൊന്ന് പറയുന്നു. പക്ഷെ ഒരു സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നമ്മൾ ജനറൽ ബോഡി അവർക്കൊരു പവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വരാൻ പാടുള്ളൂ. അതിന് പ്രത്യേക ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരാണ് സംസാരിക്കുക. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത്, മലയാള സിനിമയിൽ കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ ഏത് സംഘടനയിലെ ആളാണെങ്കിലും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ പുറത്തു പോയി എന്ന് പിന്നെ ചാനലിലൂടെ കാണുന്നതാണ്. നമ്മളത് മാറ്റിയെടുക്കണം. ഞാൻ നിങ്ങളെ കുറ്റം പറയണമല്ല, മീഡിയനെ കുറ്റം പറയണമെന്നല്ല, മീഡിയയുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു പോസിറ്റീവ് ഇതിലേക്ക്. കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പാട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്കെല്ലാം അത്രയും ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കാതെ ഇതെല്ലാം നമ്മളുടെ ഒരു അഭിമാനമായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഈ മലയാള സിനിമ ഗംഭീരമായിട്ടൊരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഈ ചിന്ത ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിന് ചുക്കാൻ പിടിച്ച കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എല്ലാ ഭാരവാഹികൾക്കും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനിക്കുന്ന ഫിയോക്കിന്റെ ഭാഗത്തു നിന്നാണ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സോണി, അതുപോലെ മറ്റുള്ള ഭാരവാഹികൾ, എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആദ്യമായിട്ട് നമ്മൾ PDC എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ എന്ന് പറഞ്ഞൊരു സംരംഭം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കീഴിൽ തുടങ്ങുകയും UFO ക്യൂബ് പോലുള്ള വമ്പൻ കമ്പനികളുമായിട്ട് മത്സരിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ 108 തിയേറ്ററുകൾക്ക് കണ്ടൻറ്റ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞങ്ങളാണ് ഇവിടുത്തെ 3ാമത്തെ കണ്ടൻറ് പ്രൊവൈഡേഴ്സ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു അസോസിയേഷനും ചെയ്യാത്ത കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ 2ാമത്തെ സംരംഭമാണ് വെള്ളിത്തിര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ. ഇത് നമ്മളൊരു ചെറിയൊരു തുടക്കമാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഒരു ശൈശവ ദശയിലാണ്. അതെന്തായാലും വലിയ രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാനുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ. അതിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങളുടെ പ്രതിനിധികൾ വരുമ്പോൾ അവരെ പുറം കൈ കൊണ്ട് മാറ്റി നിർത്തരുതെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് എല്ലാവരോടും, പ്രത്യേകിച്ച് അമ്മയിലെ നമ്മുടെ സുഹൃത്തുക്കളോട്. പലരും ചെല്ലുമ്പോൾ ഒത്തിരി ചാനലുകാർ ചെല്ലുന്നു, എനിക്കറിയാം. നമ്മൾ പലതും ചെല്ലുമ്പോൾ ഇവരെ പൊതിയാനായിട്ട് ഒത്തിരി ആൾക്കാർ ചെല്ലും. പക്ഷേ വെള്ളിത്തിര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അവരുടെ ഇതോടുകൂടി വരും, ബാഡ്ജും കാര്യങ്ങളുമായിട്ട് വരും. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് നിങ്ങളുടെടുത്ത്. വേറെ ഒന്നുമല്ല, നമുക്കിതൊരു ഇത് ഇൻഡസ്ട്രിയുടെ ഒരു മൗത്ത് പീസായിട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾക്കും പറയാനുള്ളത് അതിൽ കൂടെ പറയാം, നമ്മൾക്കെല്ലാം പറയാനുള്ളത്. ഇപ്പോൾ വെളിയിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മളെക്കുറിച്ച്. അപ്പം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ നമ്മുടേതായിട്ടുള്ള ചാനൽ, ഇത് പ്രൊഡ്യൂസേഴ്സിൻ്റെ മാത്രം ചാനലല്ല, ഇത് ഇൻഡസ്ട്രിയുടെ ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് എപ്പോൾ വേണോ വിളിച്ച് നമുക്കതിൻ്റെ അകത്ത് ന്യൂസ് കൊണ്ടുവരാം, അതിൻ്റെ അകത്ത് സിനിമ ന്യൂസ് വരാം, സിനിമയിലെ ഇൻ്റർവ്യൂകൾ, കാര്യങ്ങൾ, നിങ്ങളുടെ എന്ത് കാര്യങ്ങളും അതിൻ്റെ അകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. അതൊരു വലിയ രീതിയിൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുവരണം. FK എന്നായാലും അമ്മയെന്നായാലും നമ്മുടെ മാക്ടേന്നായാലും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്കറിയാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുന്നു. എങ്കിൽ കൂടിയും ഇത് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഉണ്ടാവണം. അത് നമ്മുടെ ചാനലായിട്ട്, സിനിമ ഇൻഡസ്ട്രിയുടെ ചാനലായിട്ട്, ഒരു യൂട്യൂബ് ചാനലായിട്ട് നമുക്കത് കൊണ്ടുവന്ന് വലിയ രീതിയിൽ തന്നെ അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു അഭ്യർത്ഥന കൂടെ. കൂടാതെ എനിക്കൊരു 2 കാര്യം കൂടെ പ്രത്യേകിച്ച് അമ്മയോടും നമ്മുടെ ഇൻഡസ്ട്രിയോടും ഒക്കെ പറയാനുള്ളത്. അടുത്ത വർഷം പ്രേം നസീർ സാറിൻ്റെ 100ാമത്തെ വർഷമാണ്, ബർത്ത്ഡേ. അത് നമുക്ക് വലിയ രീതിയിലൊരു സംഭവമാക്കി മാറ്റണം. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് തന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ള, ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ഗിന്നീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വന്നിട്ടുള്ള നസീർ സാർ. ഇപ്പോൾ ഇന്നത്തെ തലമുറ നസീർ സാറിനെ പുതിയ ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അവരൊക്കെ വരുന്നതിന് മുമ്പ് നസീർ സാർ മരിച്ചു. 1989 നസീർ സാർ മരിക്കുന്നത്. അപ്പം അദ്ദേഹം മരിച്ചിട്ടിപ്പം എത്രയോ വർഷങ്ങളായി. അപ്പോൾ നസീർ സാറിൻ്റെ 100ാമത്തെ വർഷം എല്ലാവരും കൂടെ ചേർന്ന് ഇൻഡസ്ട്രി വളരെ ഗംഭീരമായ രീതിയിൽ അത് കൊണ്ടാടണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. അതുപോലെ 1928 വിഗതകുമാരൻ എന്ന് പറഞ്ഞ പടം ആദ്യമായിട്ട് വന്നത്. 1938 പാലം വന്നത്. എങ്കിലും 1928 വിഗതകുമാരൻ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ തിയേറ്ററിലാണ് ആദ്യം റിലീസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ തിയേറ്ററിൽ നിന്നില്ല, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നേരെ ഫ്രണ്ടിലായിരുന്നു ക്യാപിറ്റൽ തിയേറ്റർ. അവിടെയാണ് അത് ആദ്യമായിട്ട് റിലീസ് ചെയ്തത്. അപ്പോൾ ഈ 100 വർഷം 1928 അല്ലെങ്കിൽ 2028 100 വർഷം മലയാള സിനിമയുടെ 100 വർഷം വരികയാണ്. അത് നമ്മളൊരു ചരിത്ര സംഭവമാക്കി മാറ്റണം. അത് എന്നെന്നും ഓർമ്മിക്കാനുള്ളൊരു സംഭവമായിട്ട് മലയാള സിനിമ അത് കൊണ്ടുവരണം. അതിന് നമ്മളിപ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അടുത്ത 2 വർഷം കൊണ്ട് നമ്മൾ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സംഭവമാക്കി അത് മാറ്റണം. അത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനെ ആലോചിക്കാനായിട്ടുള്ള സമയമുണ്ടെങ്കിലും നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്ത് ഗവൺമെൻറ്റിനെ അത് അറിയിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ അറിയിച്ചാൽ ഇതിന് ഒത്തിരി ഫണ്ടും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. എവിടെ നിന്നാണെങ്കിലും നമുക്കത് എത്തിക്കാൻ സാധിക്കും. അത് വലിയ രീതിയിൽ നമുക്കത് ചെയ്യണം. വലിയ സ്പോൺസേഴ്സിനെയൊക്കെ വെച്ച് വലിയ രീതിയിൽ അത് നമുക്ക് കൊണ്ടാടണം. 100 വർഷം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. നമ്മൾ ശരിക്കും 2013 നമ്മൾ ഇന്ത്യൻ സിനിമയുടെ 100 വർഷം നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മദ്രാസിൽ നടത്തി. അതൊരു വലിയ പ്രോഗ്രാമായിരുന്നു. അതിനെ വെല്ലുന്ന രീതിയിൽ നമുക്കൊരു പ്രോഗ്രാം നടത്തും. അത് നമുക്ക് സാധിക്കും. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല
ഓണം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഫിലിം ചേംബറിൻ്റെ പുതിയ ഭാരവാഹികൾ, അത് പ്രത്യേകം അനിലിനും സോണിക്കും നമ്മുടെ സെബാസ്റ്റിനും ഒക്കെ പ്രത്യേകം നന്ദി പറയണം. അവരുടെ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം തീരുമാനിച്ച് ഇങ്ങനൊരു സംഭവം ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിപ്പിക്കലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൂട്ടായ്മ എന്നും ഉണ്ടാവണം. എല്ലാവരും ഒരുമിച്ച് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന്, ഇപ്പം നേരത്തെ ഇവിടെ ദിലീപ് പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ ഈ ക്യാമറ കാണുമ്പോൾ ചെന്ന് നിന്ന് പറയരുത്. നമ്മൾ എപ്പോഴും നമ്മളെ ഇങ്ങനെ പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പറയുന്നു. അതിന് പകരം നമ്മൾ പറയാനുള്ളത് ക്യാമറയുടെ മുമ്പിൽ പബ്ലിക്കിൻ്റെ അടുത്തല്ല പറയേണ്ടത്, നമ്മുടെ ഇടയിൽ പറഞ്ഞത് തീർക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ തീർക്കണം. അതിനുള്ളൊരു സംവിധാനം കൂടെ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ എപ്പോഴും സിനിമാക്കാരൊരു നാട്ടുകാരുടെ മുമ്പിൽ അവരെല്ലാം പുച്ഛിക്കുന്ന രീതിയിലാവരുത്. നമ്മൾ എന്തായാലും ഇനി അങ്ങനെയുള്ള തീരുമാനം, ഇപ്പം ദിലീപ് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവരും കൂടെ ഇത് കഴിഞ്ഞിട്ടൊരു കോർ കമ്മിറ്റി കൂടി നമുക്കൊന്ന് തീരുമാനിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. എല്ലാവർക്കും ഒരു നല്ല ഓണം ഒന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ട്രഷററാണ്. നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടായ്മയാണ് ഏതൊരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാവുന്നത്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും ഏത് ഘട്ടത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് കുടുംബത്തിൻ്റെ സ്ട്രെങ്ത്. ഇനി ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ചേംബറിൻ്റെ പ്രസിഡന്റ് വിട്ടുപോയൊരു കാര്യമാണ്. ചേംബറിൻ്റെ 75ാമത്തെ വർഷമാണ് 2026 വരുന്നത്. അത് ഒരു ഗംഭീര ചടങ്ങായിട്ട് നടത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം ചേർന്ന് സപ്പോർട്ട് ഉണ്ടാകണം എന്നുകൂടി അവസരത്തിൽ പറയുകയാണ്. അതേപോലെ ചേംബറിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സംഘടനാ ഭാരവാഹികൾക്കും മറ്റ് ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും മറ്റ് അംഗങ്ങൾക്കും എല്ലാവർക്കും ചേംബറിൻ്റെ ഭാഷയിൽ 1000 നന്ദി നേർന്നുകൊള്ളുന്നു. ഹാപ്പി ഓണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Once again, thank you so much. And ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.